My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 98ാമത്തെ എപ്പിസോഡിൽ അക്കോണൈറ്റൻ നാപ്പലസ് എന്ന അധ്യായമാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ ചില പർട്ടിക്കുലർ സിംറ്റംസ് പറയുന്നതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ വീണ്ടും മറ്റൊരു ശൈലിയിൽ, മറ്റൊരു ഭാഷയിൽ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതായത് ജനറൽ സിംറ്റംസിൻ്റെ പ്രാധാന്യം തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കാനിങ് വരുന്നതിന് മുൻപ് ഒരവയവത്തെ ഒരവയവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ലക്ഷണത്തെ ചികിത്സിക്കേണ്ടി വരുമ്പോൾ അതിനെ കാണണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം. സ്കാനിങ് വരുന്നതിന് മുൻപ് ആന്തരാവയവങ്ങളെ കാണാൻ നിർത്തിയില്ല. എക്സ്റേ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും കാണാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ സ്കാനിങ് വന്നെങ്കിൽ തന്നെയും അതീവ സൂക്ഷ്മമായിട്ടുള്ള ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ സ്കാനിങ്ങിലും കാണാൻ പറ്റില്ല. അതിന് കൂടുതൽ ചിലവേറിയതും കൂടുതൽ സങ്കീർണവുമായിട്ട് പരിശോധന വേണ്ടി വരും. അപ്പോൾ കാണാതെ തന്നെ എങ്ങനെ ചികിത്സിക്കാം, ചികിത്സയ്ക്ക് കാണണമെന്നുണ്ടോ എന്നുള്ള ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ ആധുനിക സാങ്കേതിക വിദ്യയെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആ ഒരു ലൈനിലാണല്ലോ, ഒരു ടെക്നോളജി ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് അനിവാര്യമാണോ എന്നുള്ള ചില സുപ്രധാന ചോദ്യങ്ങളും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിനെ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് വായിക്കുന്ന വഴി അല്ലെങ്കിൽ അത് കേൾക്കുന്നത് വഴി നമുക്ക് ഹോമിയോപ്പതിയുടെ ആ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കൂടുതലൊരു ഉറപ്പ്, ഒരു ബോധ്യം, ഒരു കൺവിക്ഷൻ ലഭിക്കും. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഡിസ്റ്റർബൻസസ് ഓഫ് ടേസ്റ്റ്, ഡിസോർഡേഡ് സ്റ്റമക്ക്. അപ്പോൾ രുചിയിലുള്ള ക്രമ വ്യത്യാസങ്ങൾ, വയറിൻ്റെ ക്രമ വ്യത്യാസങ്ങൾ. എവറിത്തിങ് ടേസ്റ്റ് ബിറ്റർ എക്സെപ്റ്റ് വാട്ടർ. വെള്ളം ഒഴികെ എന്തും കയ്പായിട്ട് തോന്നും. സാധാരണ പനിയൊക്കെ വരുമ്പോൾ തോന്നുന്നൊരു ഫീലാണത്. എന്തും കഴിക്കുന്നൊരവസ്ഥ, വെള്ളം ഒഴികെ. ഇനി വെള്ളത്തിൻ്റെ കാര്യം എങ്ങനെയാണ്? ഹൗ ദ അക്കോണൈറ്റ് പേഷ്യൻ്റ് ലോങ്സ് ഫോർ വാട്ടർ. എക്സ്ക്ലമേഷനാണ്. വെള്ളത്തിന് വേണ്ടി എത്രമാത്രം അക്കോണൈറ്റ് പേഷ്യൻ്റ് ദാഹിക്കും. ഇറ്റ് സീംസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു ഗെറ്റ് വാട്ടർ ഇനഫ് ആൻഡ് ഇറ്റ് എഗ്രീസ് വെൽ. അപ്പോൾ അയാൾക്ക് വേണ്ടത്ര വെള്ളം കിട്ടുന്നില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇനി വെള്ളം കൊണ്ട് അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, എത്ര കുടിച്ചാലും മതിയാവില്ല, അതും കോൾഡ് വാട്ടർ. ആ വെള്ളം കൊണ്ട് അയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ദാഹിച്ച് വെള്ളം കുടിക്കുമ്പോൾ ഓക്കാനം വരുന്ന അവസ്ഥകളൊക്കെ നമുക്കുണ്ട്. അത്തരം ലക്ഷണം കാണിക്കുന്ന ഔഷധങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ടൊരു കമ്പാരിസൺ കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട്. ബേണിംഗ് ഈസ് എ സിംറ്റം ദാറ്റ് റൺസ് ഓൾ ത്രൂ ദ റെമഡി. യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ഓൾ ദ പെയിൻസ്. അപ്പോൾ ഈ ഔഷധത്തിൽ, അക്കോണൈറ്റത്തിൽ ബേണിങ് എല്ലായിടത്തും വരുന്നുണ്ട്. അത് എല്ലാ വേദനകളിലെയും ഒരു വിശദീകരണമായിട്ട് ബേണിംഗ് പെയിൻ എന്ന് പറഞ്ഞ് കാണാം. ബേണിംഗ് ഇൻ ദ ഹെഡ്, ബേണിംഗ് അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ്, ബേണിംഗ് ഇൻ ദ സ്പൈൻ, ബേണിംഗ് ഇൻ ലിവർ, സംടൈംസ് ബേണിംഗ് ആസ് ഇഫ് കവേർഡ് വിത്ത് പെപ്പർ. കുരുമുളക് അരച്ച് തേച്ചാലെന്നത് പോലുള്ള വേദന, ചിലപ്പോൾ ബേണിംഗ്, പൊള്ളൽ. അപ്പോൾ പൊള്ളൽ എല്ലായിടത്തും ഉണ്ട്. തലയിലുണ്ട്, നാഡികളിലെ പോകുന്ന പാതകളിലുണ്ട്, ലിവറിലുണ്ട്, ഒക്കെ ബേണിംഗ് ഉണ്ട്. അക്കൗണ്ട് ഈസ് എ വെരി യൂസ്ഫുൾ മെഡിസിൻ ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് ത്രോട്ട് വെൻ ദർ ഇസ് ബേണിംഗ്, സ്മാർട്ടിംഗ്, ഡ്രൈനസ്, ഗ്രേറ്റ് റെഡ്നെസ് ഓഫ് ദ ടോൺസിൽസ് ഓർ ദ ഫോസസ്, ദ വോൾ ത്രോട്ട്. അപ്പോൾ തൊണ്ടയ്ക്കുള്ള ഇൻഫ്ലമേഷന് അക്കോണൈറ്റം വളരെ ഉപകരിക്കുന്നൊരു ഔഷധമാണ്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ് കണ്ടിവിടെ. തൊണ്ടയിലുള്ള ഇൻഫ്ലമേഷൻ, ബേണിങ്, ഇതിനൊക്കെ അക്കോണൈറ്റം വളരെയധികം ഉപകരിക്കും. റെഡ്നെസ് ഉണ്ട്, വല്ലാത്ത റെഡ്നെസ് ഉണ്ട്. തൊണ്ടയുടെ ടോൺസിലിൽ
തൊണ്ടയുടെ മുകളിലുള്ള ആർച്ച് പോലുള്ള ഭാഗത്ത്, തൊണ്ടയുടെ മുഴുവൻ ഭാഗത്ത് ഒക്കെ റെഡ്നെസ് ഉണ്ട്. സംടൈംസ് ദ സോഫ്റ്റ് പാലറ്റ് ഈസ് ഗ്രേറ്റ്ലി സോളൻ. സോഫ്റ്റ് പാലറ്റ് ചിലപ്പോൾ വല്ലാതെ വീർത്തിരിക്കും. എ ഹൈ ഗ്രേഡ് ഓഫ് ഇൻഫ്ലമേഷൻ, അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ഓൾ ദാറ്റ് ക്യാൻ ബി സീൻ ആൻഡ് കോൾഡ് ത്രോട്ട്. അപ്പോൾ തൊണ്ടയെന്ന് പറയപ്പെടുന്ന ദൃശ്യമായിട്ടുള്ള, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ വല്ലാത്ത ഇൻഫ്ലമേഷൻ, വളരെ അക്യൂട്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ട്. ബട്ട് ദാറ്റ് അലോൺ വുഡ് നോട്ട് ഇൻഡിക്കേറ്റ് അലോൺ അക്കോണൈറ്റ്. പക്ഷെ അത് മാത്രം കൊണ്ട് അക്കോണൈറ്റമാണെന്നുള്ള സൂചന കിട്ടണമെന്നില്ല. കാരണം ഒത്തിരി ഔഷധങ്ങളിൽ തൊണ്ടയുടെ പ്രശ്നമുണ്ട്, ബേണിംഗ് ഉണ്ട്, റെഡ്നെസ് ഉണ്ട്. ബെൽഡോണ പോലുള്ള ഔഷധങ്ങൾ വളരെ സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു തൊണ്ടയുടെ പ്രശ്നത്തെ സ്പെസിഫിക്കലി അക്കോണൈറ്റം ആക്കുന്നത്? അതിലേക്കാണ് ഈ ചിന്തകൾ പോകുന്നത്. ഇറ്റ് ക്യൂവേഴ്സ് ദാറ്റ് കൈൻഡ് ഓഫ് കേസ്. ഇറ്റ് ക്യൂവേഴ്സ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട്. ബട്ട് എവറി ഹോമിയോപ്പതി ഫിസിഷ്യൻ നോസ് ദാറ്റ് 40 or 50 remedies could be selected just as well as accommodated from all that I have said. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് അക്കോണേറ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ കെൻഡ് പറയുന്ന ആ ഒരു കാര്യങ്ങൾ, ബേണിങ്, റെഡ്നെസ്, സ്വെല്ലിങ്, അക്യൂട്ട് സ്വെല്ലിങ്, തേഴ്സ്റ്റ്, ഇതൊക്കെ വെച്ചുകൊണ്ട് 40-50 ഹോമിയോപ്പതി ഔഷധങ്ങളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. റെപ്പർട്ടറി നോക്കിക്കഴിഞ്ഞാൽ ഈ ചുരുക്കം സിംറ്റംസ് മാത്രം, ഈ പർട്ടിക്കുലർ സിംറ്റംസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു 40-50 ഔഷധങ്ങളെങ്കിലും ആ ലിസ്റ്റിൽ വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു ഔഷധം എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുന്നത്? അപ്പോൾ അതാണ് പറയുന്നത്, കാഴ്ച കൊണ്ട് മാത്രം, തൊണ്ടയെ കാണുന്നത് കൊണ്ട് മാത്രം, തൊണ്ടയെക്കുറിച്ച് പേഷ്യൻ്റ് പറയുന്നത് കൊണ്ട് മാത്രം ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ പറ്റുമോ? അത് അക്കോണൈറ്റം ആണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് ബെലഡോണയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആഴ്സനിക് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഐ ഹാവ് ഓൺലി മെൻഷൻഡ് എ നോൺ ഡിസ്ക്രിപ്റ്റ് കേസ്. അപ്പോൾ ഈ പറഞ്ഞത്, തൊണ്ടയെക്കുറിച്ച് പറഞ്ഞത് വളരെ വിശദാംശങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കേസാണ് പറഞ്ഞത്. നോ ഹോമിയോപ്പതി ഫിസിഷ്യൻ കുഡ് പ്രിസ്ക്രൈബ് അപ്പോൺ ദാറ്റ് കൈൻഡ് ഓഫ് എവിഡൻസ്. അത്തരം തെളിവുകൾ അല്ലെങ്കിൽ അത്തരം ലക്ഷണങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ഹോമിയോപ്പതി ഫിസിഷ്യനും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യരുത് എന്ന് വ്യംഗ്യമായിട്ട് പറയുകയോട് ചെയ്യണം അദ്ദേഹം. ഒരു പ്രൊഫസർ എന്ന നിലയിൽ തൻ്റെ വിദ്യാർത്ഥികളോട് വ്യംഗ്യമായിട്ട് പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്യരുത്. ബട്ട് യു നോട്ട് ദ കൈൻഡ് ഓഫ് ത്രോട്ട്. എവരി ഫിസിഷ്യൻ മസ്റ്റ് ആസ്ക് ഹിംസെൽഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തൊണ്ടയെ കാണുമ്പോൾ ഓരോ ഫിസിഷ്യനും ഈ ഒരു ചോദ്യം തന്നോട് തന്നെ ചോദിക്കണം. എന്താണ്? വാട്ട് വുഡ് മേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് ത്രോട്ട് ആൻ അക്കോണൈറ്റ് കേസ്? ഇത്തരം ഒരു തൊണ്ടയെ, അതായത് ബേണിങ്ങും അക്യൂട്ട് സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനും പെയിനും ഒക്കെ ഉള്ളൊരു ത്രോട്ടിനെ എന്താണ് ഒരു അക്കോണൈറ്റം കേസ് ആക്കുന്നത്? ആ ഒരു ചോദ്യം ഓരോ ഫിസിഷ്യൻ സ്വയം ചോദിക്കണം. അല്ലെങ്കിൽ ഒരു ബെൽറോണ കേസ് ആക്കുന്നത്, ഏതായാലും ആ കേസ് ആക്കുന്നത്. ആൻഡ് ദെൻ ദ ക്വസ്റ്റ്യൻ വുഡ് കം അപ്പ്, കുഡ് ഹി നോട്ട് പ്രിസ്ക്രൈബ് ഫോർ ഇറ്റ് ആസ് വെൽ ഇഫ് ഹി ഹാഡ് നോട്ട് സീൻ ദ ത്രോട്ട്? അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി വരും, ഈ തൊണ്ടയെ കണ്ടില്ലെങ്കിൽ അയാൾക്ക് ചികിത്സിക്കാൻ പറ്റില്ലേ? ഇങ്ങനത്തെ ഒരു തൊണ്ട, അതിനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചോദ്യം കൂടി അവിടെ അനുഭവിക്കും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റിലേക്ക് കണ്ട് ക്രമേണ പോയി ചെല്ലുകയാണ്. കാണണമോ, ഒരു പർട്ടിക്കുലർ സിംറ്റം കണ്ട് ബോധ്യപ്പെടണമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് ആണ് കെൻഡ് ക്രമേണ ചെല്ലുന്നത്. ആ ഒരു തർക്കശാസ്ത്രത്തിൻ്റെ ഒരു രീതി, ഒരു ലോജിക്കിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം പതുക്കെ അതിലേക്ക് പോവുകയാണ്. ദ ത്രോട്ട് ഡസ് നോട്ട് ഡു മച്ച് ടുവേർഡ്സ് റെപ്രസെൻറ്റിങ് ടു ആൻ ഇൻ്റലിജൻറ്റ് ഫിസിഷ്യൻ ദ പേഷ്യൻറ്റ്. അതായത് ഇൻ്റലിജൻറ്റ് പേഷ്യൻറ്റ്, ബുദ്ധിമതിയായ ഒരു ഹോമിയോപ്പാത്തിനെ സംബന്ധിച്ചോളം ഈ തൊണ്ട എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ സിംറ്റം, ജനറൽ സിംറ്റം, പർട്ടിക്കുലർ സിംറ്റം വെച്ച് പ്രിസ്ക്രൈബ് ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം കെൻഡ് ആവർത്തിച്ച് ഒട്ടുമിക്ക അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സിലും അദ്ദേഹം പറഞ്ഞു പോകുന്നൊരു കാര്യത്തിന് ഈ ഒരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അതായത് തൊണ്ട എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻറ്റ് പ്രിസ്ക്രൈബറെ സംബന്ധിച്ചോളം, ഒരു ഇൻ്റലിജൻറ്റ് ഫിസിഷ്യനെ സംബന്ധിച്ചോളം ആ രോഗിയെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാര്യമാണോ? ഇഫ് ഇറ്റ് വാസ് നെസറി ടു റെപ്രസെൻറ്റ് ടു ദ മൈൻഡ് ഓഫ് ദ ഫിസിഷ്യൻ ദി ഇൻഫ്ലെയിംഡ് പാർട്ട് ഇറ്റ് സെൽഫ്, ഹൗ വുഡ് ഹി ട്രീറ്റ് ദ ലിവർ? അപ്പോൾ ഇൻഫ്ലമേഷൻ വന്നൊരു ഭാഗത്തെ
ഫിസിഷ്യൻ കാണണമെന്നാണെങ്കിൽ, കണ്ടിരിക്കണമെന്നാണെങ്കിൽ ലിവറിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഈ ചോദിക്കുന്നത് സ്കാനിങ് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ എക്സ്റേ ഇല്ലായിരുന്നൊരു കാലം, അല്ലെ എക്സ്റേ തന്നെ വളരെ പ്രാഥമിക അവസ്ഥയുള്ള കാലം. അപ്പോൾ ലിവറിനെ കാണണോ? ലിവറിനെ കണ്ടാലേ ഒരു പ്രിസ്ക്രൈബർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഹി കനോട്ട് സീ ഇറ്റ്. അയാൾക്ക് അത് കാണാൻ പറ്റില്ല. അത് നേരിട്ട് ഇപ്പോഴും കാണാൻ പറ്റില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് കാണാനുള്ള ടെക്നോളജി ഇപ്പോൾ ലഭ്യമാണ്. ഹൗ ഡു ഹി പ്രിസ്ക്രൈബ് ഫോർ ദ സ്റ്റൊമക്ക്? ഹി കനോട്ട് സീ ഇറ്റ്. വയറിനുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല, പിന്നെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യും? വി ആർ ദെൻ കമ്പൽഡ് ടു ഫോൾ ബാക്ക് അപ്പോൺ ദാറ്റ് വിച്ച് represent to the intelligent physician the very nature of the patient himself, and then at once we will see the reason for some of these things. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഫിസിഷ്യൻസ് സംബന്ധിച്ചോളം ആ പേഷ്യൻറ്റിൻ്റെ നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. കാണാൻ പറ്റാത്ത കാര്യങ്ങളെ, അതിലുള്ളൊരു പർട്ടിക്കുലർ സിംറ്റത്തിന് ചികിത്സ തേടി വരുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ മൊത്തത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ ഒരാശയക്കുഴപ്പം നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം. കാരണം നിങ്ങൾ ജനിച്ചതും വളർന്നതും പഠിക്കുന്നതും ഒക്കെ ടെക്നോളജിയുടെ, സ്കാനിങ്, ഇമേജിങ് ടെക്നോളജിയുടെ, അതായത് ഫിസിക്സിനെയും എൻജിനീയറിങ്ങിനെയും ആശ്രയിച്ചുള്ള ചികിത്സ, അല്ലാതെ മെഡിസിനെ ആശ്രയിച്ചുള്ളതല്ല, ഫിസിക്സിനെയും എൻജിനീയറിങ്ങിനെയും ആശ്രയിച്ചുള്ള കാര്യം. മാഗ്നറ്റിക് വേവ്സിനെയോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയോ ആശ്രയിച്ചുള്ള ഇമേജിങ് ടെക്നോളജി. അപ്പോൾ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകാം. അത് തീർക്കാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാട് കൊച്ചിയിലെ കുമ്പളങ്ങി എന്ന് പറയുന്ന ദ്വീപിൽ രാമസാർ എന്നറിയപ്പെടുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം റിട്ടയർ ചെയ്തു. വൈക്കിൻകരയിൽ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം നാട്ടിൽ ചികിത്സ തുടങ്ങി. അന്നൊന്നും ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് പ്രാക്ടീഷണറെ കൂടെ നിന്ന് അദ്ദേഹം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ ഈ രാമസാറും തനിയെ വായിച്ച് പഠിച്ച്, പ്രാമാണിക ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച്, വൈപ്പിനിലുള്ള നാരായണ മേനോൻ എന്നറിയപ്പെടുന്നൊരു പ്രിസ്ക്രൈബറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ചികിത്സിക്കുന്ന ആളാണ്. എൻ്റെ ഇളയച്ചൻ പീറ്റർ എന്ന് പറയുന്ന ആളുടെ, എൻ്റെ ഇളയച്ചൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ എൻ്റെ ഇളയച്ചൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരാൾ ലിവറിന് വല്ലാത്ത പ്രശ്നം വന്നു, എറണാകുളത്ത് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നൊരു വിവരം കിട്ടി. അപ്പോൾ ഇളയച്ചൻ പോയി കണ്ടു. മഞ്ഞപ്പിത്തമാണ്, മഞ്ഞപ്പിത്തം കടുത്തു. ഇന്നിപ്പോൾ പറയുന്ന സിറോസിസോ ക്യാൻസറോ വല്ലതും ഒക്കെ ആയിരിക്കാം. മഞ്ഞപ്പിത്തം കടുത്ത് എറണാകുളത്ത് വളരെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ, അന്നും വളരെ വലുതാണ്, ഇന്നും വളരെ വലുതാണ്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോഴേക്കും ഇതിന് കുടുംബാംഗങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടു ചികിത്സയൊക്കെ ചെയ്തു, കുറേ ചികിത്സയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ആശുപത്രിയിൽ കിടന്നും ആയുർവേദ ചികിത്സ, നമ്മുടെ കീഴാർനെല്ലിയും തഴുതാമ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയൊക്കെ ചെയ്തു. സാധാരണഗതിയിൽ അതൊക്കെ കൊണ്ട് രക്ഷപ്പെട്ടു പോരുന്നതാണ്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് എന്തോ രക്ഷപ്പെട്ടില്ല. ബോധം മങ്ങി വരുന്നൊരവസ്ഥ, മരിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ കണ്ടിട്ട് വന്ന ശേഷം അപ്പോൾ ഈ രാമസാറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും കാഷ്വലായിട്ട് പറഞ്ഞതാണ്, ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയച്ചന് വളരെ വളരെ അടുപ്പമുള്ള ഒരാളാണ്. അദ്ദേഹം മരിച്ചു പോകുന്നുള്ള ദുഃഖത്തോടുകൂടി രാമസാറോട് പറഞ്ഞപ്പോൾ രാമസാറ് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, പീറ്ററെ, അവരുടെ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ ഞാനൊന്ന് മരുന്ന് കൊടുക്കാം. അപ്പോൾ പറ്റുമെങ്കിൽ അവർക്ക് ആശുപത്രിക്കാർ ഉപേക്ഷിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരൂ, ഞങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ സഹോദരങ്ങളാരെങ്കിലും വന്ന് വിശേഷം പറഞ്ഞാൽ മതി. അപ്പോൾ ഇളയച്ചൻ ഉടനെ തന്നെ വീണ്ടും ആശുപത്രിയിലേക്ക് അപ്പം തന്നെ പോയി. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാനാണ് താല്പര്യം. കാരണം അവിടെ കിടന്നിട്ട് വലിയ കാര്യമില്ലെന്ന് ഡോക്ടേഴ്സ് ഇൻഫോർമലായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ ഡിസ്ചാർജ് വാങ്ങി ഒരു ടാക്സിയിൽ കയറ്റി കൊണ്ടുവന്ന് രാമസാറിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാനവിടെ ഉണ്ടായിരുന്നു. ടാക്സിയിൽ ഇരുത്തി രാമസാർ ഇറങ്ങി വന്ന് കണ്ണ് തുറന്ന് നോക്കി. ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുക. കണ്ണ് തുറന്ന് നോക്കി, വായന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു. ചില ചോദ്യങ്ങൾ, വിശപ്പ്, ദാഹം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ക്ഷീണമുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നില പരിശോധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചോദിച്ചു. കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം പറഞ്ഞു വിട്ടു, മരുന്ന് കൊടുത്തു.
അപ്പം അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലുള്ളതല്ല, അപ്പുറത്ത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടുള്ളൊരു ഗ്രാമത്തിലുള്ള ആളാണ്. അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് പിന്നാലെ മരുന്നും കൊടുത്തു വിട്ടു. പിന്നീട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഈ വ്യക്തി ആരോഗ്യവാനായി കടന്ന് ബസ്സിന് കയറി രാമസാറിൻ്റെ അടുത്ത് വന്ന ശേഷം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ്, അന്ന് സ്കാനിങ് ഇല്ല. എൻ്റെ ഓർമ്മയിൽ എക്സ്റേക്ക് ശേഷം 80കളുടെ ഒരു പകുതിയിലാണ് അന്ന് CAT സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ് ആക്സിയൽ ടോമോഗ്രാഫി എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് വലിയ പരസ്യപ്പലകളൊക്കെ വന്നു, ആശുപത്രികളിലൊക്കെ പരസ്യങ്ങളുണ്ടാവും, CAT സ്കാൻ എന്ന് പറയുന്നത്. പിന്നീടാണ് മറ്റു പല അൾട്രാസൗണ്ട്, അതായത് ഇപ്പോൾ MRI ലേറ്റസ്റ്റ് അങ്ങനെയൊക്കെ വന്നത്. ഇതൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ 80-ലായിരിക്കണം ചിലപ്പോൾ ഈ സംഭവം ഉണ്ടാകുന്നത്, 1980-ലോ 81-ലോ മറ്റോ ആയിരിക്കണം. ഒരു ഇമേജിങ്ങും ഇല്ലാതെ ആ രോഗിയെ കണ്ടു, രോഗിയുടെ വിശേഷങ്ങൾ ചോദിച്ചു, രാമസാർ മരുന്ന് കൊടുത്തു. അദ്ദേഹം കൊടുക്കുന്നത് പൊതികളാണ്, പൗഡറിൽ പൊതിഞ്ഞിട്ട് ഒരു പൊതികളുടെ ഒരു കെട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫെറംഫോസ് 6S ആണ് കൊടുക്കും. ഒരു പൊതി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് 2 ഗുളിക. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം രീതി. എന്താ സുഖത്തിനോ ആ രീതിയാണ്. അപ്പോൾ ഏതാ പൊട്ടൻസി ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ദിവസം 3 നേരം 4 നേരം വെച്ച് കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ തന്നെയാണ് ഈ രോഗിക്കും കൊടുത്തത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ സുഖപ്പെട്ടു വന്നു. അപ്പോൾ ലിവറിനെ കാണാതെയും ചികിത്സിക്കാം, ഒരു ഇമേജിങ് ഇല്ലാതെയും ചികിത്സിക്കാം. ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. കണ്ടാൽ ഒരുപക്ഷെ നല്ലത്, ചിലപ്പോൾ ചില നിർണായക ഘട്ടങ്ങളിൽ കാണുന്നതുകൊണ്ട്, ഇമേജിങ് നടത്തുന്നതുകൊണ്ട്, സ്കാനിങ് നടത്തുന്നതുകൊണ്ട് ഗുണമുണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലും വളരെ വിജയകരമായി ഹോമിയോപ്പതിയിലൂടെ, ഹോമിയോപ്പതിയെ ഫെയ്ത്ത്ഫുള്ളായിട്ട് ഫോളോ ചെയ്തിരുന്ന ഡോക്ടേഴ്സ് ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കെൻഡി പറഞ്ഞു വരുന്ന ഈ ഒരു ആർഗ്യുമെൻറ്റ്, അതായത് പേഷ്യൻ്റ് ജനറാലിറ്റി എന്നുള്ളൊരു ക്ലോസിലേക്കാണ് ഇത് വരുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ അപ്രസക്തമാണെന്നോ അത് കാലഹരണപ്പെട്ടതാണെന്നോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഈ ഒരു കേസ് നിങ്ങളോട് പറഞ്ഞത്. ഇഫ് യു പ്രസന്റ് ദ അക്കോണൈറ്റ് പേഷ്യൻറ്റ് വെൽ ബിഫോർ ദ മൈൻഡ് യു ക്യാൻ പ്രിസ്ക്രൈബ്. അപ്പോൾ അക്കോണൈറ്റ് പേഷ്യൻറ്റിനെ നിങ്ങളുടെ മനസ്സിന് മുന്നിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ, അതായത് അക്കൗണ്ടൻ പേഷ്യൻ്റ്, ഏത് പേഷ്യൻ്റ് ആയാലും ശരി, ആ ഒരു രോഗിയെ നിങ്ങളുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റിയാൽ, അതായത് ജനറാലിറ്റീസ് എന്നുള്ള വാക്ക് പറയാതെ പറയുകയാണ് എൻ്റെ ഇവിടെ, പറ്റിയാൽ യു ക്യാൻ പ്രിസ്ക്രൈബ്, നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇറ്റ് വുഡ് ബി വെൽ ടു സീ എനിത്തിങ് ദാറ്റ് ഈസ് വിസിബിൾ. ഇനി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കണ്ണ് കാണാം, തൊണ്ട കാണാം, വായ കാണാം, ശരീരത്തിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങൾ കാണാം, ത്വക്ക് കാണാം. പക്ഷേ ലിവറും സ്റ്റൊമക്കും ഒക്കെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കണ്ടാൽ അത്രയും നല്ലത്. ഇഫ് യു കുഡ് സീ ദ ലിവർ ഐ വുഡ് സേ ലുക്ക് അറ്റ് ഇറ്റ്. നിങ്ങൾക്ക് കരളിനെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഒരു ഇമേജിങ് വഴി, ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള ഇമേജിങ് വഴി നിങ്ങൾക്ക് ലിവറിനെ ഇപ്പോൾ കാണാം, കണ്ടോളൂ, കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ലുക്ക് അറ്റ് ഇറ്റ്. ഇഫ് യു കുഡ് സീ ദ ഹാർട്ട് ഐ വുഡ് സേ എക്സാമിൻ ഇറ്റ്. നിങ്ങൾക്ക് ഹൃദയത്തെ കാണാൻ പറ്റുമെങ്കിൽ, കാർഡിയോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഹൃദയം കാണാൻ പറ്റുമെങ്കിൽ നല്ലത്, കണ്ടോളൂ, അത് പരിശോധിച്ചോളൂ, അതിനെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ കെൻഡ് ഇത്തരം ടെക്നോളജികളെ ഒന്നും തള്ളിപ്പറയുന്നില്ല. ഇത്തരം ടെക്നോളജികൾ വരുമെന്ന് അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ ജീവിക്കുമ്പോൾ, കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിക്കുമ്പോൾ സങ്കല്പിച്ച് കാണാനിടയില്ല. എങ്കിലും അത്തരം സാധ്യതകളെയും ഉപയോഗിച്ചോളൂ എന്നുള്ളൊരു സൂചന കെൻഡ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സ്കാനിങ് റിപ്പോർട്ടുകളെയൊക്കെ ആശ്രയിക്കാം. പക്ഷേ ആശ്രയിച്ചില്ലെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ ജനറാലിറ്റീസ് മനസ്സിലാക്കാൻ ഇത്തരം മോഡേൺ ടെക്നോളജി, എൻജിനീയറിങ്ങോ ഫിസിക്സോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഹോമിയോപ്പതി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ്, ആ രോഗിയുടെ ജനറൽ കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടൊരു 4-5 ജനറൽ സിംറ്റംസ്, അതിൻ്റെ പെക്യുലാരിറ്റീസ്, അതിൻ്റെ മൊഡാലിറ്റീസ് അത്ര മനസ്സിലാക്കിയാൽ ആ പേഷ്യൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇമേജ് കിട്ടും. ആ ഇമേജിനോട് യോജിക്കുന്ന കൃത്യമായൊരു ഔഷധത്തെ, അത് അക്കോണൈറ്റ് ആയാലും എന്തായാലും
സെലക്ട് ചെയ്യാൻ പറ്റിയാൽ, ശരിയായ രീതിയിൽ നിങ്ങൾക്ക് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിക്കും, രോഗി സുഖപ്പെടും. അതാണ് ഇത്രയും വ്യംഗ്യമായിട്ട് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. നമുക്ക് അക്കൗണ്ടിങ്ങത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.